ചേച്ചി ഇതുകൂടി വെച്ചോ. ഈ ജിപ്സോഫിയിലെ കുറച്ച് മതിയേ. പിന്നെ മഞ്ഞപ്പൂ ചുറ്റും വെച്ചോ. ചേച്ചി പതുക്ക, എന്തെങ്കിലും പറ്റൂലേ? ഇതൊന്നും കേടാകത്തില്ല. അതെ, ആ ചുമപ്പ് പൂവൊക്കെ മാറ്റിക്കോ, മഞ്ഞ മതി. അതെന്താ, വാലന്റൈൻസ് ഡേ ആയിട്ട് റെഡ് പൂവൊന്നും വേണ്ടേ? ഐ ആം ഹെർ യെല്ലോ പേഴ്സൺ. എവിടെ പോയി കിടക്കണം? സത്യം പറ ശ്യാമേ, നിങ്ങൾ രണ്ടുപേരുടെ എന്നെ കൂടാതെ മാറിപ്പോയതല്ലേ? സുമേഷ് എന്റെ കൂടെ ഇല്ലല്ലോ. എവിടെ പോയി? അവനും എന്തോ ഒരു മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞാണല്ലോ. എന്ത് മീറ്റിംഗ്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയില്ലെന്നേ, അത് എന്നോടല്ലേ പറഞ്ഞേ. ഞാനത് പറയാൻ വിട്ടുപോയതല്ലേ. എന്താന്നറിയില്ല, ഈ കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം എല്ലാം മറന്നു പോവാ. ഇപ്പൊ വരും, 11:30 ആയില്ലേ? ഇപ്പൊ തന്നെ വരും, ഒന്നും പേടിക്കണ്ട. ഇപ്പൊ തന്നെ വരും, എന്തായാലും വരും. ഓക്കെ, വച്ചോ. ശരി ഓക്കെ. ഇതെന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ഇതിന്റെ കൂടെ ചെറിയൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? അത് ഞാൻ എഴുതിയാന്ന് പറഞ്ഞോട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞോ, നിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയേക്കണേ. നീ വേഗം ചെന്നേ, അവളെ കിടന്നുറങ്ങും. ചെല്ല്, പോ. നോക്കി പോട്ടോ. ഇവരങ്ങ് പിരിഞ്ഞ പ്രണയത്തിനുള്ള വിശ്വാസം ഞാനങ്ങോട്ട് വിടും. അതെനിക്കിനി ഇഷ്ടായി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതെങ്ങനെ കേറി? കള്ളപ്പന്നി. ഇങ്ങ് വന്നേ. ഒടയും 4 മണിക്കൂറത്തെ പണിയാ. ഇങ്ങ് വാ. ചീഞ്ഞു പോകുന്നതിന് മുന്നേ നിന്നെ കൊണ്ട് വെള്ളത്തിരട്ടെ. ഫോട്ടോ എടുത്തിട്ട് പോണം. അവർക്കു മാത്രമേ നിരന്തരം വിചാരമെന്നും. അവർക്കു മാത്രമേ നിരന്തരം വിചാരമെന്നും. ഒന്ന് എണീക്കെന്റെ അപ്പിയൊന്നും ഇടുന്നില്ലേ? അത് ജിമ്മിൽ പോയി 2 ഡമ്പലെടുത്ത് പൊക്കുമ്പോ മുട്ടും. അപ്പൊ പോയാ പോരെ, വെറുതെ കക്കൂസലക്കിരുന്ന സമയം കളയണോ?
ഇവിടെ സ്ഥലം ബ്രോ ടിഡി റോഡ് ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? താങ്ക് യു. സ്പീഡ് പോകോ, വേഗം പോകോ. ചേട്ടാ കുറച്ച് സ്പീഡ് പോ. ചേട്ടാന്ന് വിളിക്കട്ടോ, ബ്രോ എന്ന് വിളിച്ചാ മതി. ശരി ബ്രോ. പേരെന്താ? രശ്മിക മന്ദന. എന്നാ വിജയ് തുറക്കണ്ട. ദേവറുണ്ട് മുമ്പിൽ പോകുന്ന വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചമ്മിച്ചളിഞ്ഞ് നിൽക്കാണ്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും സുമേ. ഉണ്ടാക്കും. ആദ്യമായിട്ടൊന്ന് ജയിച്ചതിനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ലൈക്ക് കുക്കിംഗ്. ഈ വള്ളിയൊന്ന് കെട്ടിത്തരോ? ആ ആ മേരി ജാൻ, മേരി ജാൻ. കൊള്ളാലോ, ഗുഡ് ബോയ്. താങ്ക് യു. ഒരിടത്തൊരിടത്തൊരു ചായയും കാപ്പിയും ഉണ്ടായിരുന്നു. സുമ എനിക്ക് ടൈമില്ല കേട്ടോ. ഞാൻ കാപ്പി. നോ നോ നോ, ഐ എം കോഫി. എന്നാ ഞാൻ ചായ. ഹേ കാപ്പി, നീ എന്തിനാ എപ്പോഴും ഇത്ര ഗൗരവത്തിലിരിക്കുന്നത്? ഇത്രയും കടുപ്പത്തിലിരുന്ന നിന്നോട് ആർക്കെങ്കിലും മിണ്ടാൻ തോന്നോ? അതിനല്ലേ ചായ ക്ലാസ് എന്ന് പറയുന്നത്. ഓ, ഈ കടുപ്പൊരു മറയല്ലേ. നിന്നെ പോലെ പഞ്ചാരയിൽ കുതിർന്ന് എല്ലാവരിലും അരിഞ്ഞു തരാനൊന്നും എന്നെ കിട്ടില്ല. അതെ, ഞാൻ എല്ലാവരിലും അലിഞ്ഞേരുന്നവനാണെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ചിരിക്കല്ലേ, ഒരിക്കലും അല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. ഐ എം എ ജെന്റിൽമാൻ. നോക്ക്, ഇപ്പോൾ ഒരു സന്തോഷം വന്നാലോ ഒരു സങ്കടം വന്നാലോ എന്തിനൊരു മഴ പെയ്താൽ പോലും ആളുകൾ ആദ്യം അന്വേഷിക്കുന്നത് തന്നെയാണ്. ഞാനൊരു ചായ മാത്രമല്ല, ഒരു വികാരം കൂടിയാണ്. ശരിയാണ്, നീ വികാരമാണ്. പക്ഷേ ഞാൻ ആവേശമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഏലക്കയിഞ്ചിയൊക്കെ ഇട്ട നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ അടുത്തുള്ളപ്പോ എന്റെ കടുപ്പം കുറയുന്ന പോലെ തോന്നും. അതെ, നീ ഇത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല കാപ്പി, നിന്റെ ഈ റോസ്റ്റ് ചെയ്ത മണം പലപ്പോഴും എന്നെ മത്ത് പിടിപ്പിക്കാറുണ്ട്. ആണോ? ആണെങ്കിൽ എന്നാ എന്റെ ഈ കടുപ്പം നിന്റെ മധുരത്തിന് മുൻപിൽ അലിഞ്ഞു പോകുന്നു. നോക്കി, നമ്മൾ ഈ മേശപ്പുറത്ത് ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ആളുകൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കാറില്ല. അവർക്ക് നമ്മൾ ഓരോ പാനീയങ്ങളല്ല, ഒന്നിച്ചിരിക്കാനുള്ള ഓരോ കാരണങ്ങളാണ്. നീ ഇല്ലാതെ എനിക്ക് പ്രഭാതങ്ങളുണ്ടോ? അപ്പൊ വൈകുന്നേരങ്ങളോ?